വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ബയോളജിയിൽ ഇങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവിൻ്റെ പാഠം വരുമ്പോൾ ടീച്ചേഴ്സ് വളരെ വേഗമായിട്ട് അങ്ങ് പറഞ്ഞു തരും, ആ ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ പഠിച്ചോ എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഇവയെല്ലാം പഠിക്കാനായിട്ടുള്ള സോഴ്സസ് റെഡിലി അവൈലബിൾ ആണ്. അവരുടെ കൈവശമുള്ള മൊബൈലിൽ നിന്നും മറ്റു ടാബിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഇവൻ്റെ യഥാർത്ഥത്തിൽ ബിഗ് സ്ക്രീനിൽ പോലും ഇതെല്ലാം നോക്കി കണ്ടുപഠിക്കാൻ അവർക്കൊരു മടിയില്ല. അതിലെല്ലാം തന്നെ കുട്ടികൾ പലതും മനസ്സിലാക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ്. സ്കൂളുകൾ നടത്തുക എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലി ഒരുപക്ഷെ പ്രോഫിറ്റബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഇതിന് റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. വാസ്തവത്തിൽ ഇതിനകത്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു ഒരു ഒരു ഭാഗമില്ല എന്ന് വേണം പറയാം. കേരളത്തിൽ ബഹുഭൂരിപക്ഷം സ്കൂളുകളും സാമ്പത്തിക നഷ്ടത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക ലാഭമുള്ള സ്കൂളുകളും ഉണ്ട്. പക്ഷേ ഈ ലാഭം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പ്രോഫിറ്റ് എടുത്ത് ഇത്ര ലക്ഷം രൂപ ഓരോ വർഷവും അല്ലെങ്കിൽ ഇത്ര കോടി രൂപ ഓരോ വർഷവും മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വീണ്ടും അതിനകത്ത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ സ്കൂൾസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി സ്കൂൾസ് ഒരു പ്രോഫിറ്റ് മോട്ടീവോടുകൂടി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 10, 15, 20 വർഷത്തെ ലൈഫേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ സ്കൂള് ഉണ്ടാവില്ല, സ്കൂളേ കാണില്ല.